ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല കിഡിലും ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ മപ്പാസെന്നോ സ്റ്റൂ എന്നൊക്കെ പറയാം. അതും പിന്നെ അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു മൺചട്ടിയാണ് വെച്ചെടുത്തത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും 2-3 ഏലക്കയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 ചെറിയ സവാള കേട്ടോ ചെറുതായിട്ട് തിന്നായിട്ടൊന്ന് സ്ലൈസ് ആക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, എങ്കിലും ഏകദേശമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റയും പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടെ എല്ലാം കൂടെ ഒന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് കഴുകി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തന്നെ കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 kg ചിക്കനാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തെടുക്കാം. ആവശ്യം പോലെ ഉപ്പ് ചേർത്തെടുക്കാം നമുക്ക്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 2 പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു 2 പാലിൽ വേണം ഈ ഒരു ചിക്കനും ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു കഷ്ണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആ ഒരു ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം പോലെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നല്ലോണം തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ ഒരു ചൂടിൽ നമുക്ക് കുഴക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് എടുത്ത് വയ്ക്കാം. ഇനി ഇതാ അവിടെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പെരുംജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരയോ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടിയിലേക്ക് പച്ചമണം മാറി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 1 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കുരുമുളകും ഒരു തണ്ട് കറിവേപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് അധികം തിളപ്പിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ആ ഒരു ചൂടൊക്കെ മാറിയ ശേഷം ആ ഒരു ചപ്പാത്തിക്കുള്ള മാവ് നന്നായിട്ട് ഞാൻ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് സ്മെല്ലും കിട്ടും. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു പൊടിമാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിനെ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ചൂടായ തവയിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലോണം ഒന്ന് ചുട്ടെടുത്തെടുക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ചപ്പാത്തി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ആ ഒരു കുറുമേന്നോ അല്ലെങ്കിൽ ചിക്കൻ മപ്പാസ് എന്നൊക്കെ പറയും, അത് റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് താഴെ ഒരു കമൻറ്റും കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.